ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ K2K ട്രിപ്പിന് മുമ്പ് ഒരു പ്രിപ്പറേഷൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ ട്രിപ്പ് പോയി വന്നു കഴിയുമ്പം റൂട്ട് സജസ്റ്റ് ചെയ്തുകൊണ്ടുള്ളൊരു വീഡിയോ ചെയ്യാമെന്ന്. K2K അല്ലെങ്കിൽ കേരള ടു കാശ്മീർ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന റൂട്ട് സജഷനാണ് ആക്ച്വലി ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. K2K ട്രിപ്പ് സംബന്ധിച്ച് വീഡിയോസ് ഇതിന് വേറൊന്നും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മേളിൽ കാണുന്ന പ്ലേലിസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് ബാക്കിയുള്ള വീഡിയോസും കൂടെ കാണാവുന്നതാണ്. ഇനി അടുത്ത സീസണിൽ K2K ട്രിപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഈ ഒരു വീഡിയോ എന്തുകൊണ്ടും ഉപകാരപ്പെടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനലിലെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന കണ്ടൻസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം ഞാൻ റൂട്ട് സജസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഏത് റൂട്ടിലൂടെയാണ് പോയി വന്നതെന്ന് ഫസ്റ്റ് പറയാം. കോട്ടയത്തുനിന്ന് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് കൊല്ലം, ട്രിവാൻഡ്രം, നാഗർകോവിൽ, കന്യാകുമാരി നിന്നാണ് ഒഫീഷ്യലി ഞാൻ റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഞാൻ കന്യാകുമാരി ടു കാശ്മീർ എന്നുള്ളൊരു രീതിയിലാണ് യാത്ര ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. കന്യാകുമാരിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ബാംഗ്ലൂർ, ഹൈദരാബാദ്, നാഗ്പൂർ, ഝാൻസി, ഡൽഹിയിൽ നിന്ന് അമൃത്സർ പോയി. അമൃത്സറിൽ നിന്ന് ജമ്മു, ശ്രീനഗർ, കാർഗിൽ, ലേ, കർദുംഗ്ലയിൽ നിന്ന് ഹണ്ടർ, ഡിസ്കിറ്റ്, തുർത്തുക്ക്, എന്നിട്ട് അവിടുന്ന് തിരിച്ച് നുബ്ര വാലി വഴി പാങ്ങോങ് വന്നു. എന്നിട്ട് അടുത്ത ദിവസം അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് തിരിച്ച് ഖറു എന്ന് പറയുന്ന സ്ഥലത്ത് വന്നു. ഖറു എന്ന് പറയുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ലേ മണാലി റൂട്ടിൽ ലേ കഴിഞ്ഞ് വരുന്ന ഏറ്റവും അടുത്ത ടൗണാണ്. അവിടെയാണ് ലാസ്റ്റ് പെട്രോൾ പമ്പ് ഉള്ളത്. അവിടെ നിന്ന് പെട്രോൾ അടിച്ചില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് മണാലി ചെന്നിട്ട് അടിക്കാൻ പറ്റത്തുള്ളൂ. മണാലി ആകുന്നതിന് കുറച്ച് മുമ്പേ നിങ്ങൾക്ക് പിന്നെ പെട്രോൾ കിട്ടത്തുള്ളൂ. അപ്പം അവിടെ നിന്ന് പെട്രോൾ അടിക്കാനും കൂടെ ഓർത്തോണം. അപ്പം ഖറുവിൽ വന്നു കഴിഞ്ഞിട്ട് ജിസ്പ, കിലോങ്, അത് കഴിഞ്ഞ് കിലോങ്ങിൽ നിന്ന് മണാലി വന്നു. മണാലിയിൽ നിന്ന് ചണ്ഡീഗറിൽ നിന്ന് തിരിച്ച് ഡൽഹി വന്നു. ഡൽഹിയിൽ കുറച്ച് എക്സ്പ്ലോറേഷനൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് ആഗ്രയിൽ നിന്ന് ഇൻഡോർ, മുംബൈ, പൂന, ഗോവ, മംഗലാപുരം, പിന്നെ കാസർഗോഡ് വഴി തിരിച്ച് കോട്ടയം. അപ്പം നിങ്ങൾ നേരത്തെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഇൻഡോർ വഴി ശരിക്കും വണ്ടി ഓടിച്ചിട്ടുള്ളൂ. കാരണം ഇൻഡോറിൽ വെച്ച് ബൈക്കിന് ചെറിയ ട്രബിൾ വന്നതുകൊണ്ട് ട്രെയിൻ കയറ്റി വിടേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. എൻ്റെ ഒരു റൂട്ട് എന്ന് പറയുന്നത് അങ്ങനെയായിരുന്നു. ഇനി ഞാൻ സജസ്റ്റ് ചെയ്യുന്നൊരു റൂട്ട്, കന്യാകുമാരിയിൽ നിന്ന് കാശ്മീർ പോകുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒത്തിരി ദിവസങ്ങൾ സ്പെൻഡ് ചെയ്യാനില്ല, എനിക്ക് വൺ സൈഡ് മാത്രം വണ്ടി ഓടിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ ഏറ്റവും ഞാൻ സജസ്റ്റ് ചെയ്യുന്നൊരു റൂട്ടെന്ന് പറഞ്ഞാൽ കന്യാകുമാരിയിൽ നിന്ന് ബാംഗ്ലൂർ എത്തി ഗോവ വഴി മുംബൈ, ഡൽഹി അല്ലെങ്കിൽ ഗുജറാത്ത് വഴി ചണ്ഡീഗറോ അല്ലെങ്കിൽ അമൃത്സറിലോ ചെല്ലുക. അപ്പം അങ്ങനെ ഒരു റൂട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നതിൻ്റെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ പോയതുപോലെ ഹൈദരാബാദ്, ഡൽഹി, നാഗ്പൂർ, ഝാൻസി വഴിയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ 2 ദിവസം യാത്ര കുറച്ചൊന്ന് നിങ്ങളെ ബോറടിപ്പിക്കും. കാരണം വഴി നല്ലതാണ്, 4 ലൈൻ ഹൈവേ ആണ്. ആ ഒരു 2 ദിവസം നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. പിന്നെ കുറച്ചൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളും ഉണ്ട്. അത് പിന്നെ നമ്മുടെ നാട്ടിലെ റോഡുകൾ ഫുൾ ക്ലീൻ ആയിരിക്കത്തില്ലല്ലോ സ്വാഭാവികമായിട്ട്. അപ്പം ആ റോഡിൽ നിങ്ങളെ എന്താ പറയണ്ടേ, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിക്കാനും മാത്രമുള്ളതൊന്നുമില്ല. പച്ചപ്പെന്ന് പറയുന്നൊരു സംഭവം വളരെ അപൂർവം കണ്ടാൽ കണ്ടു. പിന്നെ ഉള്ളത് ഫുള്ള് ചുമന്ന കളറിലുള്ള മലകൾ, പിന്നെ കുറച്ച് ഗാർഡ്സുകളും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഇത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ ഈ പോയൊരു റൂട്ടാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അത്ര ഒരു എന്താ പറയണ്ടേ, ഒരു എൻജോയബിൾ റൈഡ് ആയിരിക്കത്തില്ല ആ റൂട്ട് നിങ്ങൾക്ക് തരിക. അതുകൊണ്ട് തന്നെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ബാംഗ്ലൂർ, ഗോവ, ദെൻ പൂനെ, മുംബൈ, ഒന്നെങ്കിൽ ഡൽഹി, ഇല്ലെന്നുണ്ടെങ്കിൽ ഗുജറാത്ത്, ഹരിയാന, ജമ്മു, ശ്രീനഗർ, കാർഗിൽ, ലേ, എന്നിട്ട് തിരിച്ച് ഞാൻ പോയ സ്ഥലങ്ങൾ മണാലി, ചണ്ഡീഗർ, ഡൽഹി. ഒന്നെങ്കിൽ ചണ്ഡീഗറിൽ നിന്ന് നിങ്ങൾക്ക് ട്രെയിൻ കയറ്റി വിടാം, ഇല്ലെന്നുണ്ടെങ്കിൽ ഡൽഹിയിൽ നിന്ന് കയറ്റി വിടാം. അപ്പം അതാണ് റൂട്ട് സജഷൻ നമ്പർ 1.
ഈ ഒരു റൂട്ട് എന്ന് പറയുന്നത് വൺ സൈഡ് മാത്രം ട്രാവൽ ചെയ്യാൻ താല്പര്യമുള്ളവർക്കാണ്. ഇല്ല 2 സൈഡും നിങ്ങൾക്ക് വണ്ടി ഓടിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പോയ ഒരു റൂട്ട് എന്തുകൊണ്ടും നല്ലതായിരിക്കും. കാരണം നിങ്ങൾക്കൊരു റൗണ്ട് ട്രിപ്പും ആകും. ഞാൻ ആ പറഞ്ഞ 2 ദിവസത്തെ കാര്യം ഒഴിച്ച് നിർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്കതൊരു ഫുള്ളി എൻജോയബിൾ റൈഡ് തന്നെയായിരിക്കും. ഇനി കേരളത്തിൽ നിന്നും കാശ്മീരിലേക്ക് ബൈക്ക് ട്രിപ്പ് പോകുന്നവർക്ക് സജസ്റ്റ് ചെയ്യുന്ന ഒരു റൂട്ടാണ്. അതായത് ട്രിവാൻഡ്രം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, കോട്ടയം ഈ സൗത്ത് ഭാഗത്തു നിന്നുള്ളവർക്ക് എനിക്ക് തോന്നുന്നു കോയമ്പത്തൂർ വഴി ബാംഗ്ലൂർ ചെന്നിട്ട് ഗോവ വഴി പോകുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഇപ്പം ഞാനെല്ലാം പറയുന്നത് വൺ സൈഡ് ട്രാവൽ ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രമാണ്. കാരണം മോസ്റ്റ് പ്രോബബ്ലി എല്ലാവരും വൺ സൈഡ് ട്രാവൽ ചെയ്യത്തുള്ളൂ ഈ കേരള ടു കാശ്മീർ ചെയ്യുന്നവർ. കാരണം അല്ലെങ്കിൽ ഫ്രീ ടൈം ഉള്ളവരൊക്കെ ആയിരിക്കണം. ഇപ്പം ഞാനിപ്പം പറഞ്ഞത് എറണാകുളം വരെയുള്ള ആൾക്കാർക്ക് വേണ്ടിയാണ്. ഈ തൃശ്ശൂർ, പാലക്കാടുള്ളവർക്ക് പോലും കോയമ്പത്തൂർ വഴി പോകുന്നത് തന്നെയായിരിക്കും കുറച്ചും കൂടെ നല്ലത്. കോയമ്പത്തൂർ ചെന്നിട്ട് ബാംഗ്ലൂർ ചെന്ന് ഗോവ, എന്നിട്ട് മുംബൈ, ഡൽഹി അല്ലെങ്കിൽ ഗുജറാത്ത്. പിന്നെ കുറച്ച് മലബാർ റീജിയനിൽ താമസിക്കുന്നവർ, അതായത് കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ അങ്ങനെയുള്ളവർക്ക് ഞാൻ കുറച്ചും കൂടെ സജസ്റ്റ് ചെയ്യുക കോയമ്പത്തൂർ വന്ന് പോകാതെ കാസർഗോഡ് വഴി പിന്നെ ഗോവ, പൂനെ, മുംബൈ ബാക്കിയുള്ള റൂട്ട്. ഇനി ഞാൻ സജസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ യാത്രയ്ക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ ഒത്തിരി ദിവസങ്ങളില്ല. എന്നാൽ നിങ്ങളുടെ സ്വന്തം വണ്ടിയിൽ നിങ്ങൾക്ക് ഇങ്ങനൊരു യാത്ര ചെയ്യണമെന്ന്, നിങ്ങൾക്ക് കാശ്മീരൊക്കെ ഒന്ന് പോയി കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നൊരു റൂട്ടാണ് ഇനി ഞാൻ പറഞ്ഞു തരുന്നത്. ഫസ്റ്റ് നിങ്ങൾ ബൈക്ക് ഡൽഹിയിലോട്ട് പാഴ്സൽ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ബൈക്കിൻ്റെ കൂടെ തന്നെ പോവുക. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തരുന്ന പേപ്പർ ഡെസ്റ്റിനേഷൻ റെയിൽവേ സ്റ്റേഷനിൽ കാണിച്ചാൽ മാത്രമേ വണ്ടി റിലീസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങളും ബൈക്കിൻ്റെ കൂടെ തന്നെ പോവുക. എന്നിട്ട് ഇനിയും പറയുന്നത് ഡൽഹി ടു ഡൽഹി എന്നുള്ളൊരു കൺസെപ്റ്റാണ്. എൻ്റെ ഒരു സജഷൻ അല്ലെങ്കിൽ എൻ്റെ ഒരു എന്താ പറയണ്ടേ, ഈ റൂട്ടായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളതെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡൽഹിയിൽ നിന്ന് നിങ്ങൾ ശ്രീനഗർ, കാർഗിൽ, ലേ പോയിട്ട് തിരിച്ച് മണാലി വഴി വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം രാവിലെ സമയങ്ങളിൽ നിങ്ങൾക്കപ്പം ഹെവി ആയിട്ടുള്ള വാട്ടർ ക്രോസിങ്ങുകളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ സാധിക്കും. കാരണം ഉച്ച കഴിഞ്ഞിട്ടാണ് നിങ്ങൾ എന്താ പറയണ്ട വാട്ടർ ക്രോസിങ്ങുകൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ എത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം വെള്ളത്തിൻ്റെ ശക്തി എന്നൊക്കെ പറയുന്നത് ഭയങ്കര കട്ടിയായിരിക്കും. കാരണം ഉച്ച കഴിയുക എന്ന് പറയുമ്പം മഞ്ഞുമലകളെല്ലാം ഉരുകി വെള്ളം വരുന്നത് നല്ല ഫോഴ്സിലൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് കുറേയൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഓടി എത്തുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് സ്ഥലങ്ങളിലൊക്കെ സ്റ്റേ കിട്ടണമെന്നില്ല. ചിലപ്പോൾ നിങ്ങൾ ഒത്തിരി ലേറ്റായിട്ടായിരിക്കും സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നിടത്തോട്ട് എത്തുന്നത്, അല്ലെങ്കിൽ ഒത്തിരി നേരത്തെ ആയിപ്പോൾ നിങ്ങൾക്കപ്പം ഒത്തിരി ടൈം വേസ്റ്റേജുകൾ വരും. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ലത് ശ്രീനഗർ വഴി പോയിട്ട് മണാലി വഴി തിരിച്ച് വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പലരും ഞാൻ കണ്ടിട്ടുണ്ട് ഇതുപോലെ മണാലി വഴി ലേ പോയിട്ട് തിരിച്ച് മണാലി വഴി തന്നെ തിരിച്ച് വരുന്നത്. അത് റെൻ്റൽ ബൈക്സ് എടുക്കുന്നവരാണ് കൂടുതലും അങ്ങനെ ചെയ്യുന്നത്. കാരണം ജമ്മുവിൽ HP രജിസ്ട്രേഷൻ ബൈക്കുകളുടെ റെൻ്റൽ പ്രശ്നങ്ങൾ ഏതാണ്ടൊക്കെ ഏതാണ്ടൊക്കെ കുറേ ഇഷ്യൂസ് ഉണ്ട്. അത് എക്സാക്റ്റ് എന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ നിങ്ങളുടെ സ്വന്തം വണ്ടി കൊണ്ടാണ് നിങ്ങൾ യാത്ര പോകുന്നതെങ്കിൽ നിങ്ങൾ ഒരിക്കലും ആ റൂട്ട് സെലക്ട് ചെയ്യാണ്ടിരിക്കുക. കാരണം പെട്ടെന്ന് ഓൾട്ടിറ്റ്യൂഡ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കയറുന്ന ഒരു ഏരിയയാണ് ഈ മണാലിയിലെ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം നിങ്ങൾക്ക് പലതരത്തിലുള്ള ഹെൽത്ത് കണ്ടീഷൻ ചേഞ്ചസ് വരാൻ ചാൻസ് ഉണ്ട്. ഓക്സിജൻ്റെ ലെവൽ കറക്റ്റായിട്ട് കിട്ടാതിരിക്കുക, പിന്നെ നൈറ്റ് സ്റ്റേ ചെയ്യുന്ന സ്ഥലങ്ങളിൽ തണുപ്പൊക്കെ പെട്ടെന്ന് കയറി വരുന്നതാണ്. അപ്പം നിങ്ങളുടെ ഈ ഒരു നോർമൽ ടെമ്പറേച്ചർ മാറി കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ ബ്ലഡിൻ്റെ സർക്കുലേഷൻ കുറഞ്ഞിട്ട് കൈയും മുഖമൊക്കെ ചെറിയ നീല കളറിലോട്ടൊക്കെ വരുന്ന ചാൻസസ് വരെ ഉണ്ട്. അങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടായതായിട്ട് അവിടെ കണ്ടേക്കുന്ന ഞങ്ങളതിലെ പോയപ്പം പരിചയപ്പെട്ട മലയാളി പട്ടാളക്കാർ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ് ഈ ഒരു സ്ഥലങ്ങളിലൊന്നും സ്റ്റേ ചെയ്യരുത്. ഇപ്പം കുറച്ചും കൂടെ ലേറ്റ് ആയാലും നിങ്ങൾ വണ്ടി ഓടിച്ച് ഇന്ന സ്ഥലത്തൊക്കെ പോയി നിൽക്കാവുള്ളൂ എന്നൊക്കെ ഞങ്ങളോട് ഗൈഡൻസ് തന്നിട്ടാണ് ഞാൻ ഈ ഒരു സജഷൻസൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ പല റൈഡേഴ്സും ഈ ഒരു വഴി തന്നെ ചൂസ് ചെയ്ത് പോകാറുണ്ട്. അവരുടെ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. കാരണം ഈ ശ്രീനഗർ വഴി പോകുമ്പം കുറേയൊക്കെ സോജില പാസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഏരിയകളുണ്ട്. നല്ല ടഫ് റൈഡിങ് ആണ് അവിടെ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനത്തെ റൂട്ടുകളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണോ ഇതുവഴി എടുക്കുന്നതെന്ന് അറിയത്തില്ല.
നിങ്ങളൊരു ലഡാക്ക് ട്രിപ്പ് പ്രോപ്പറായിട്ട് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ശ്രീനഗർ വഴി പോയി തിരിച്ച് മണാലി വഴി വരുന്നതായിരിക്കും ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു റൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം തിരിച്ച് ഡൽഹി ടു ഡൽഹി ചെയ്യുന്നവർ ലേയിൽ ശ്രീനഗർ വഴി പോയി മണാലി വഴി തിരിച്ച് മണാലി, ചണ്ഡീഗഡ്, ഡൽഹി തിരിച്ചെത്തുമ്പം ഒരു 15 ദിവസം അടുത്തേ നിങ്ങൾക്ക് ചിലവാകത്തുള്ളൂ. പിന്നെ നിങ്ങൾ അവിടെ നിൽക്കുന്ന ദിവസങ്ങൾ കൂടുന്തോറും നിങ്ങൾക്ക് അതനുസരിച്ചുള്ള ഡിഫറൻസ് വരാം. പിന്നെ എക്സ്പ്ലോറേഷൻ അത്ര ഭയങ്കരമായിട്ട് ചെയ്യാത്തവരുണ്ട്. മീൻസ് ഇപ്പം അൺനെസസറി ആയിട്ട് ടൈം കളയാണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 15 ഡേയ്സിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഡൽഹി ടു ഡൽഹി സുഖമായിട്ട് ബൈക്കിൽ പോയി വരാൻ പറ്റും. വേറെ ട്രബിൾസ് ബൈക്കും നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷന് നിങ്ങൾക്ക് തന്നില്ല എന്നുണ്ടെങ്കിൽ ഷുവറായിട്ടും 15 ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു ഡൽഹി ടു ഡൽഹി റൂട്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ തിരിച്ച് വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾ നാട്ടിലോട്ട് ബൈക്ക് പാഴ്സൽ ചെയ്യുക, ഫ്ലൈറ്റ് എടുക്കുക, അല്ലെങ്കിൽ ട്രെയിൻ തന്നെയോ സെലക്ട് ചെയ്യുക. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ ട്രിപ്പ് എന്താ പറയണ്ടേ, നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ബൈക്കിൽ ഓടിച്ചു എന്നുള്ളൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടും. എനിക്കത് കിട്ടിയിരുന്നു ഞാൻ പോയപ്പം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനത്തെ ഒരു സജഷൻസൊക്കെ പറഞ്ഞു തന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാനത്ര ഇൻഡെപ്ത് ഡീറ്റെയിൽസ് ഒന്നും അല്ല ഈ ഒരു വീഡിയോയുടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചിരുന്നത്. കാരണം ഏറ്റവും ബേസിക്കായിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ പോയിൻ്റ് ടു പോയിൻ്റ് ആയിട്ടുള്ള കുറച്ച് റൂട്ട് സജസ്റ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടെ വൈഡായിട്ടുള്ള എക്സ്പ്ലോറേഷൻസും കാര്യങ്ങളും ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏതൊക്കെ സ്ഥലങ്ങളിലൊക്കെ പോകണമെന്ന് വെച്ച് നിങ്ങൾ മാപ്പിലോ അല്ലെങ്കിൽ നിങ്ങൾ എഴുതിയോ പിൻ പോയിൻ്റ് ചെയ്ത് നിങ്ങളുടെ ഓരോ ഡെസ്റ്റിനേഷനും നിങ്ങൾ സെലക്ട് ചെയ്ത് വെച്ചതിന് ശേഷം നിങ്ങളുടെ ട്രാവൽ സ്റ്റാർട്ട് ചെയ്യുക. ഒരു പ്ലാനിങ്ങും ഇല്ലാതെ പോകുന്നവരുമുണ്ട്, ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്ത് പോകുന്നവരുമുണ്ട്. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു പ്ലാനും ഇല്ലാതെ പോകാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതായത് പ്ലാനിങ് എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ വഴി പ്ലാൻ ചെയ്യുക അല്ലെങ്കിൽ ഇത്ര ദിവസത്തേക്ക് പ്ലാൻ ചെയ്യുക എന്നുള്ളതല്ല. ഏതൊരു രീതിയിൽ നിങ്ങളുടെ ബൈക്ക് പ്രിപ്പയർ ചെയ്യുക, നിങ്ങളെ പ്രിപ്പയർ ചെയ്യുക, അങ്ങനെയുള്ള കുറേ പ്രിപ്പറേഷൻസും കാര്യങ്ങളും നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്യണം. അല്ലാതെ ഞാൻ കുറേ വീഡിയോസിനകത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ പ്ലാൻ ചെയ്യാതെ ഇന്നടത്ത് പോയി, പ്ലാൻ ചെയ്യാതെ ഇന്ന സ്ഥലത്ത് പോയി. അത് ഓരോരുത്തരുടെയും ഇഷ്ടമാണ്. എന്നാലും അവർ ആ പ്ലാൻ ചെയ്യാതെ പോയി എന്ന് പറയുന്നത് ഇന്ന സ്ഥലത്തോട്ട് പ്ലാൻ ചെയ്യാതെ പോയി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് തുടർച്ചയായിട്ട് കാണാനായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ